ഹലോ! ദേ നമ്മുടെ കൽക്കക്കുട്ടി ഇതേണ്ട് ഇവിടെ ഉഷാറായിട്ടിരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും കൽക്കത്തിനെയൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ണിനൊക്കെ സുഖം പ്രാപിച്ചോന്നൊക്കെ. 2 കണ്ണും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട ഒരിതാണ് കേട്ടോ. കാരണം ഇത് കണ്ടോ നമ്മൾ അടുത്തോട്ട് കൈകൊണ്ടൊന്നും ചെന്നിട്ട് ആൾക്ക് മനസ്സിലാകുന്നേയില്ല. പക്ഷേ ചെറുതായിട്ട് കണ്ണിൻ്റെ നീരൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മരുന്ന് ചെയ്യുന്നതിൻ്റെ കണ്ണിന് നീരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ നമുക്ക് കണ്ണിന് കാഴ്ചക്കുറവാണെങ്കിലും നമ്മൾ നിലത്തൊന്നും ഇരിക്കത്തില്ല കേട്ടോ. പൊക്കത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ. ഇത് കണ്ടോ ഒരു എന്നത്തിൻ്റെ ഒരു പെയിൻറ്റ് പാട്ടയുടെ മേളിൽ കയറി നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതേണ്ട ഇവിടെ തീറ്റയൊക്കെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾ തീറ്റയൊന്നും തിന്നുന്നൊന്നുമില്ല. അപ്പോൾ രാവിലത്തെ തീറ്റ നമ്മളെടുത്ത് തീറ്റ വാരിയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഇത് കണ്ടോ കണ്ണ് ഒട്ടും കാണത്തില്ല ആൾക്ക്. ഇത് കണ്ടോ ഞാൻ അടുത്തോട്ട് കൈ ചെന്നിട്ടും ആൾക്ക് കാണത്തില്ല. പിന്നെ ഈ കേൾക്കുന്ന സൗണ്ടൊക്കെ എവിടുന്നാണ് വരുന്നതെന്നൊക്കെ വെച്ചിട്ടാട്ടോ ഈ തലയൊക്കെ ഇങ്ങനെ വെട്ടിച്ച് മാറ്റുന്നത്. എന്താണെങ്കിലും ആളുടെ കാര്യം ഒരിച്ചിരി കഷ്ടമാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഒരു കുഞ്ഞിലേ മുതലേ ഇത്രയും നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ട് നമുക്കാണെങ്കിൽ ഇതിനെ ഒന്നും ചെയ്യാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാട്ടോ. എങ്ങനെ ഒരു ജീവനെ വെറുതെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. അപ്പോൾ എത്ര നാളിങ്ങനെ പോകുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കണ്ണിൻ്റെ നീര് ചെറുതായിട്ട് വറ്റി കണ്ണിൻ്റെ കൃഷ്ണമണിയൊന്നും കാണത്തില്ലായിരുന്നു കേട്ടോ. നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ അകമെല്ലാം അങ്ങ് പഴുത്ത് പോയത് കണക്കായിരുന്നു ആദ്യമേ ഇരുന്നതെങ്കിലും ഇപ്പോൾ ആ കണ്ണിൻ്റെ നീരൊക്കെ വറ്റി കൃഷ്ണമണി പതിയെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ മേൽഭാഗത്തൊക്കെ നല്ല നീരുണ്ടായിരുന്നു. ആദ്യമേയൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം മേൽഭാഗത്തെല്ലാം നല്ല നീരായിരുന്നു. അപ്പോൾ ഇതേൻ്റെ നീരൊക്കെ ശകലം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് കൂടി മരുന്നുണ്ട്. അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ആകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൽക്കത്തിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കൽക്കക്കുട്ടൻ ഇവിടെ സുഖമായിട്ട് തന്നെ നിൽപ്പുണ്ട്. പക്ഷെ ആളുടെ ഒരു കാര്യം ഇതാണ് ഈ കണ്ണിൻ്റെ ഒരു പ്രശ്നമാണ് ഏറ്റവും ഒരു ഇത് വന്നേക്കുന്നത്. കാരണം ഈ തൂവലിൻ്റെയൊക്കെ ഒരു പൊലിമയേ ഉള്ളൂ കേട്ടോ കാണാൻ. നല്ല ഉഷാറായിട്ട് നല്ല ആരോഗ്യത്തിലൊക്കെ ഇരുന്നായിരുന്നു. പക്ഷേ ഈ കണ്ണ് പറ്റുകയില്ലാത്തതുകൊണ്ട് തീറ്റയൊന്നും എടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ആൾ എല്ലാം തോലും മാത്രമേ ഉള്ളൂ കണ്ടോ. നമുക്കിങ്ങനെ പുറമേ കാണുമ്പോൾ നല്ല ഇതായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. പിടിച്ച് തീറ്റ കൊടുക്കാനൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ അറിയാം നന്നായിട്ട് എല്ലെല്ലാം തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആകെപ്പാടൊരു വിഷമമാണ് ഇവളുടെ കാര്യത്തിൽ. ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്നറിയത്തില്ല. ഇപ്പോൾ ഓക്കെ ആകുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഒന്നുകൂടി ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിച്ചാലോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചായിരുന്നു. പിന്നെ ഇനിയിപ്പം ഒട്ടും കുറവില്ലെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ ഓർത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെങ്കിലും ഉള്ള മരുന്നൊക്കെ നമ്മൾ ചെയ്യുവാണ്. പിന്നെ ഈ കണ്ണില്ലാത്തവരുടെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കൊരു ഇച്ചിരി നേരം ഒന്ന് കണ്ണടച്ച് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൻ്റെ കൂടെയുള്ളവരുടെയൊക്കെ കരച്ചിലൊക്കെ അതിന് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെവിടെയാണ് നിൽക്കുന്നതെന്ന് ഒന്നും അതിനറിയത്തില്ലാത്തൊരവസ്ഥയല്ലേ. ഇതുണ്ട് തല തിരിച്ചൊക്കെ നോക്കുവാണ്. ഇവരുടെ കൂട്ടത്തിലായിരുന്നു കിടന്നത് കേട്ടോ. പക്ഷേ ഇതിന് കണ്ണ് പറ്റുകയില്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവർ ഇതിനെ കൊത്തി കണ്ണിന് ഇനിയിപ്പോൾ അടുത്ത കണ്ണും കൂടി മൊത്തം കൊത്തി പറിച്ചാലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ പകലെടുത്ത് വെളിയിലേക്ക് ഇറക്കിയിടും. എന്നിട്ട് രാത്രിയിൽ മാത്രമേ പിടിച്ച് കൂടിനകത്ത് ഇടാറുള്ളൂ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കൽക്കത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ.